Ready, 1, 2. Ready. No. Wow. എന്നോർക്കണം തന്നെയാണ്. Good night. Bye. See you. Mwah. Chaco, good night. Ta-da. Good boy. Mwah. 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 ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ 5 പേരും കൂടെ കൂടിയിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. പിള്ളേരാരും ഇല്ല, 2 പേരും സ്കൂളിൽ പോവാണ്. ചാക്കോച്ചൻ അക്കീടെ അവിടെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സമയം കറക്റ്റ് ആവുമോ എന്നറിയില്ല. എനിവേ നമ്മൾ ആദ്യം പിള്ളേരെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതേ 2 പേര് കുട്ടപ്പന്മാരായിട്ട് ഇരിപ്പുണ്ട്. ചാക്കോച്ചനെ നമ്മൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കൊണ്ടുപോകണുള്ളൂ അതുകൊണ്ടാണ്. പിന്നെ അവന് ഏറ്റവും ഇഷ്ടവും ഏറ്റവും സന്തോഷവും അവൻ്റെ ഇഷ്ടത്തിന് നടക്കുന്ന സ്ഥലമാണ് ഇപ്പം അക്കീടെ വീട്. അവരും ഭയങ്കര എൻജോയ്മെൻ്റാണ്. പിന്നെ അവൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ല, അവൻ ഇഷ്ടത്തോടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു സമാധാനമാണ് ഇരിക്കുന്നിടത്ത്. അപ്പം അക്കിയുടെ ഭക്ഷണം കഴിക്കും, ചേച്ചി കൊടുക്കും, പേപ്പന് ഉറക്കും, അങ്ങനെയൊക്കെയാണ്. പേപ്പനും ചേച്ചിയാണ് കൂടുതലും ഉറക്കുക കേട്ടോ. എൻ്റെ അറിവിൽ അങ്ങനെയാണ്. എന്തായാലും ആ 3 പേരാണ് അവൻ്റെ ഇപ്പോഴത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എനിക്കും അതൊരു റിലാക്സേഷനാണ്. കാരണം നമ്മളെല്ലാവരും തിരക്കിലിരിക്കുന്നവരാണ്. അവരടുത്തുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സന്തോഷവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണ സ്ഥലം ജോയ്സ് പാലസിലേക്കാണ് കേട്ടോ പോണത്. കുറച്ചായി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യണോ ഒന്ന് പോകണം ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതല്ലാതെ രാവിലെ ഒരു മോർണിംഗ് ബഫറ്റ് ഉണ്ടെങ്കിലും ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് മെനു ഉണ്ട്. അപ്പോൾ അത് കുറച്ച് അപ്ഡേറ്റഡ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതറിഞ്ഞപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ റീൽസ് കണ്ടിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് വേഗം പോവുകയാണ്. ഞങ്ങളൊരു 10 o'clock പിള്ളേരെയൊക്കെ വിട്ടിട്ട് കറക്റ്റ് ഒരു 10 മണി ആയപ്പോഴാണ് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോഴോ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ പേരെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ അവരുടെ മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ രാവിലത്തെ ബഫറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ആ മോർണിംഗ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാനായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഗ്രേപ്പിൻ്റെ ഡ്രിങ്ക് വന്നു. ഞങ്ങൾക്ക് 4 പേർക്കും ഭയങ്കര ഇഷ്ടമായി. ഡിമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്നല്ലോ, ഡിമ്പിൾ ഇതൊന്നും കുടിക്കില്ല. അപ്പോൾ ഡിമ്പിളിൻ്റെ ഇത് ഞങ്ങൾ കുടിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ 2-3 ഗസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. മേ ബി അവരോട് സ്റ്റേ ചെയ്യുന്നവരായിരിക്കും. അപ്പം അപ്പുറത്തൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഞങ്ങൾ ചെന്നപ്പോൾ ശരിക്കും അവർ ബഫറ്റൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലഞ്ചിൻ്റെ ബഫറ്റ് റെഡിയാക്കി തുടങ്ങി. അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ശരിക്കും പിള്ളേരെ കൊണ്ടുവന്ന എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അങ്ങനെ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ, ഞാൻ പറഞ്ഞ ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോൺഫ്ലെക്സും കാര്യങ്ങളുമാണ്. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത മോർണിംഗ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. മോർണിംഗ് വേണ്ട, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നല്ല യമ്മി ആയിരുന്നു കേട്ടോ. എനിക്ക് അതിനകത്ത് മിക്സഡ് ജാമ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മുടെ ബ്രെഡിനൂടെ കഴിക്കാൻ ബട്ടറും തന്നിട്ടുണ്ടായിരുന്നു, ജാമും തന്നിട്ടുണ്ടായിരുന്നു. നല്ല വെജീസ് ആയിക്കോട്ടെ, ബട്ടർ സോട്ടഡ് വെജീസ് ആയിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. ഇത് വളരെ റീസണബിളായിട്ട് 350 rupees ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത്. നമ്മളൊരു മസാല ദോശ കഴിക്കണമെങ്കിൽ ഒരു 150 രൂപ, പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് വരുമ്പം നല്ലൊരു എമൗണ്ട് ആവും. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ആവുമല്ലോ. അപ്പം തൃശ്ശൂരുണ്ടെങ്കിൽ ജോയ്സ് പാലസിലെ ഈ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ബഫറ്റ്, അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ബഫറ്റ്സ് ഉണ്ട്, ഉച്ചയ്ക്ക് ബഫറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും റീസണബിൾ റേറ്റിലുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് അവരുടെ പുതിയ 2 ടൈപ്പ് സോസേജുകളാണ്. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഓംലെറ്റ് വരെ ഭയങ്കര യമ്മി ആയിരുന്നു. ഞങ്ങൾ ഓരോന്നും പിള്ളേരില്ലാത്ത ദിവസമാണ് കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് കൂടുതൽ നമ്മുടെ ചാക്കോച്ചൻ്റെ ഹാഫ് ബർത്ത്ഡേക്ക് ഇട്ട ഡ്രസ്സാണ്. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു 1-2 ഇട്ടിട്ടുള്ളൂ. അതും പിള്ളേരില്ലാത്ത സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. കോഫി
എൻ്റെ അമ്മ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല കിടുക്കാച്ചി കോഫി ആയിരുന്നു. ഡിമ്പിൾ മാത്രം ടീയാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും കോഫി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി. അപ്പം ഷുഗറും അതുപോലെ ഷുഗർ ഫ്രീയും ഒക്കെ അവരതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേബിൾ ക്ലീൻ ചെയ്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മോറോവർ പിള്ളേരില്ലാത്തതുകൊണ്ട് കുറച്ച് പീസ്ഫുള്ളി കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ പുറകെ പക്ഷേ ഇവിടെ വന്നപ്പം ശരിക്കും അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പ്ലേ ഏരിയയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബുക്ക്, ക്രയോൺസ്, കളർ പെൻസിൽസ്, സ്കെച്ച് പെൻസ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം വേറൊരു ദിവസം അവരെയും കൊണ്ട് വരാം എന്ന് ആദ്യം ഞങ്ങൾ സൺഡേ പിള്ളേരൊക്കെ ആയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഓർത്തു വേണ്ട, റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. ഞങ്ങൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും ഒക്കെ ചെയ്തു. ആളുടെ വീട് തൊടുപുഴയാണോ അങ്ങനെയാണ്. കസിൻസൊക്കെ കുറവലങ്ങാടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നല്ലൊരു സർവീസ് ആയിരുന്നു. സ്റ്റാഫ് ആയിക്കോട്ടെ, മുകളിൽ നമ്മുടെ മൾട്ടി കുസിലുണ്ടായിരുന്ന സ്റ്റാഫും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം മമ്മിക്കൊരു ആഗ്രഹം തിരിച്ചു വന്നപ്പം കണ്ണംകുളങ്ങര വീടൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. സംഭവം ആ വഴിയിലാണ് വീട് എന്നറിയാമെങ്കിലും ഇതുവരെ ഞാൻ അവിടെ ഇറങ്ങി അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ പോയി കണ്ടിട്ടൊന്നുമില്ല. അപ്പം മമ്മിയുടെ ആഗ്രഹമില്ലെന്ന് വിചാരിച്ച് മോനൊന്നും നോക്കിയില്ല, വണ്ടി അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, ഇതല്ല കേട്ടോ, താഴോട്ട് ഇറങ്ങുമ്പോഴാണ് മമ്മിയുടെ തറവാട്. അതായത് മമ്മിയും അമ്മച്ചിയും ഡാളി എന്ന് പറയുന്ന അക്കയാണ്, ഡാൽഫിയും ഒക്കെ ഉണ്ടായിരുന്ന അവരുടെ തറവാട് വീടാണ് കേട്ടോ അത്. അപ്പോൾ മമ്മി പറയുന്നത് യാതൊരു മാറ്റമില്ല, മുറ്റത്തിൽ വേണമെങ്കിൽ മറ്റേ തറയോട് പാകി കാണും, അതല്ലാണ്ട് അന്ന് എങ്ങനെ ഇരുന്നു അതേപോലെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഡിമ്പിളിൻ്റെ അവിടെ ആവശ്യത്തിന് പോയിട്ട് നേരെ അക്കീൻ്റെ അവിടെ പോവാണ്. അപ്പോൾ മമ്മിയും ഡാഡിയും അവിടെ ഇറങ്ങി, കാരണം കൊറിയറുകൾ പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഡിമ്പിൾ പറഞ്ഞു ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അക്കിയുടെ വീട്ടിൽ പോവാണ് ചാക്കോച്ചനെ പിക്ക് ചെയ്യാനായിട്ട്. ചാക്കോച്ചൻ അവിടെ ഉറങ്ങാൻ പോകാമെന്ന് അക്കി പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം, കാരണം ഇനി അവൻ ഉറങ്ങിയ അക്കിയുടെ കൂടെ അവൻ മിണ്ടാണ്ട് ഉറങ്ങും കേട്ടോ. അപ്പോൾ അവൻ്റെ സാമർത്ഥ്യമല്ലേ അത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഉച്ച കഴിഞ്ഞ് ഞാൻ ഉറക്കിക്കോളാം ആക്കി. അപ്പോൾ അവൻ ചോറൊക്കെ ഉണ്ട്, ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉറക്കാൻ പോവാണ്. അവർ എന്താ പറയുക, ടേക്ക് കെയറിങ് ആണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആക്കി ഞങ്ങൾക്ക് വീഡിയോസ്, ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പ് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ കണ്ടതാണ് നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു ക്ലിപ്പിങ്. എന്താ പറയുക, ചാക്കോച്ചൻ്റെ ഒരു ലോകമാണ് ഇപ്പം ആ വീടെന്ന് പറയുന്നത്. കാരണം ചേട്ടന്മാരില്ല ഭരിക്കാൻ വരാൻ, ആരുമില്ല. അവൻ കണ്ട ലോകമാണ് ആ വീട്. പിന്നെ അവൻ്റെ എല്ലാ താളത്തിനും അക്കി ആയിക്കോട്ടെ, പേപ്പനായിക്കോട്ടെ, ചേച്ചി അടക്കം നിന്നു കൊടുക്കും. ചേച്ചിയാണ് അവനെ ഫുഡ് കൊടുക്കുന്നതും. അക്കി ഇരുന്ന് അക്കിയുടെ കൂടെ കഴിക്കും കേട്ടോ. അപ്പോൾ ആരാണ് സൗകര്യം അവരോട് പോയി ഇരിക്കുക. അപ്പോൾ അതേ അക്കിയും സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ അവൻ്റെ കൂടെ കളിച്ച്. അവരും അവൻ്റെ കൂടെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്ത് ഒരു തരം എൻ്റർടൈൻമെൻ്റ് ആണല്ലോ, നല്ലൊരു പക്ഷെ അവിടെ ഡീസൻ്റ് ആണെന്നാണ് അക്കി പറയുന്നത്. നമ്മുടെ ഇവിടെയാണ് എന്നെ കാണുമ്പോൾ ചൊറിച്ചിലും കാര്യങ്ങളും അവിടെ പേപ്പൻ്റെ കൂടെ കളിച്ചടക്കുക. അപ്പം ചേച്ചി പറയും ആ കുട്ടീനെ ജസ്റ്റ് സമ്മതിച്ചു കൂട്ടോ, ഒരു ചെടിയല്ല ക്രാവ് തൊടില്ല എന്നൊക്കെ പറയടാ. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ മോനെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ എന്നാലും ഞാൻ പറയും എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാൽ വഴക്ക് പറഞ്ഞോളൂ, ഒന്നും വിടണ്ട എന്ന് പറയും. പക്ഷേ അവരുടെ വലിയ ആളാണ് അവൻ. എന്തെങ്കിലും അവിടെ അപ്പോൾ പേപ്പനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചാക്കോച്ചൻ. ചാക്കോച്ചൻ്റെ മെയിൻ ആളാണ്. ഇപ്പം മെയിൻ സംഭവമാണ് ബാഗ് എടുത്തിട്ട് പോവാണ്. അക്കയുടെ അവിടെ പോവാണ്, ചേച്ചി, പേപ്പൻ, ഇങ്ങനെ ആദ്യം അക്കയുടെ പേരാണ് പറയുക പോവാൻ നേരത്ത്, പിന്നെയാണ് ചേച്ചി വരിക. പിന്നെ പറയും പേപ്പ പോയി എന്നാണ്. അപ്പോൾ അതേ ചേച്ചി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ, ഡ്രസ്സൊക്കെ മാറ്റി, കാരണം ചോറുണ്ടായിരുന്നു അവൻ. അങ്ങനെ വന്നിട്ട് ഞാൻ TV കൊടുത്തിരുത്തിയേക്കാണ്, കാരണം എനിക്ക് കുറച്ച് ഓർഡറുകൾ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഈ വർഷത്തെ ആദ്യത്തെ ഓർഡർ എന്ന് പറയുന്നത് 2-3 സാരിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം സാരിയുടെ ഫോട്ടോസൊക്കെ ഞാൻ സ്റ്റോറീസിലും ലാസ്റ്റ് വീഡിയോയിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാറ്റത്ത് ചപ്പ് വന്ന് കാർ പോർച്ചിൽ അടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഡാഡി കാറ് കൊണ്ടുപോയ സമയത്ത് ഞാൻ വേഗം അടിച്ചെടുത്താണ്. ചാക്കോച്ചൻ എനിക്ക് തോന്നുന്നു ഞാൻ ഗർഭകാലം തൊട്ട് അടിക്കുന്നതുകൊണ്ടാണ് എപ്പോഴും ഒരു ചൂലും കോരിയും അവൻ്റെ കയ്യിൽ കാണും കേട്ടോ. എൻ്റെ അതേ സ്വഭാവം മമ്മി പറയേണ്ടി ഇവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ചൂലും കോരിയും അല്ലെങ്കിൽ മോപ്പ് കാണും. അതുപോലെ തന്നെയാണ് കുട്ടി, മോപ്പ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചൂലും കോരിയും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ വേഗം കാറ് വരുന്നതിന് മുമ്പ് ഞാനത് അടിച്ചെടുക്കുകയാണ്. ചാക്കോച്ചൻ്റെതായ രീതിയിൽ ശരിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിമ്പിൾ ഇതിൻ്റെ ഇടയ്ക്ക് അന്ന് ഇടാനുള്ള വീഡിയോ, അതായത് നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വേഗം അടിച്ചു വാരി കയറുകയാണ്. കാരണം പിള്ളേർ വന്നാൽ പറ്റില്ല. എൻ്റെ പാക്കിങ് അവിടെ പിന്നെ പെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. ഈ ചാക്കോച്ചൻ ഇറങ്ങി ഓടുമെന്ന് മേടിച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നത്. കാരണം ഡാഡി പോയപ്പം ഗേറ്റ് തുറന്നു ഇട്ടിട്ടാണ് കേട്ടോ പോയത്. ഇനി എനിക്ക് മുകളിൽ അടിച്ചു വാരണം, റൂം തുടയ്ക്കണം, ചെടികൾക്ക് സ്റ്റെയർ കേസിലുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണം, റൂമിലൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതിന് വെള്ളം ഒഴിക്കണം, അങ്ങനെ തുടയ്ക്കണം, നനയ്ക്കണം, അങ്ങനെ കുറച്ച് പരിപാടികൾ എനിക്കുണ്ട്. അപ്പോൾ അത് പാച്ചുകൂട്ടം കണ്ട സ്റ്റെയർ കേസിൻ്റെ അവിടെ കൊണ്ട് കുഷ്യനുകളും ഇതെല്ലാം കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പോൾ
നമ്മൾ ഈവനിങ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ചാക്കോച്ചൻ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. തോമു ഗുഡ് ബോയ് ആയിട്ട് ഉറങ്ങിയില്ല കേട്ടോ, അല്ലേ തോമു ഗുഡ് ബോയ് ആയിരുന്നു, ഉറങ്ങിയില്ല. താഴെ പാച്ചു അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ ഒക്കെ കൂടെ കളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം തൊട്ട് ചാക്കോച്ചൻ ഇളകിയിരിക്കുകയാണ് പോകണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരു 6:30 ഞാൻ മാക്സിമം ഇവരെ പിടിച്ചിരുത്താൻ നോക്കും, കാരണം ഇതുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മാളാണ് താഴെ. ഒരു സ്വസ്ഥത ആർക്കും കൊടുക്കില്ല ഇവർ 3 പേരും കമ്പൈൻ ചെയ്യുമ്പം. അപ്പം ഞാൻ മാക്സിമം പിടിച്ചു വെക്കാൻ നോക്കും. ഒരു സമയം കഴിയുമ്പം അവർക്കതൊരു ബുദ്ധിമുട്ടായി തുടങ്ങും. അപ്പം ഞാൻ പിന്നെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു താഴെ. അപ്പം ഇനിയും എൻ്റെ കുപ്പിയും പാട്ടയും സാമഗ്രികളൊക്കെ എടുത്ത് താഴെ പോവാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അവർ പതിവ് പോലെ മുറ്റത്തിറങ്ങി. ഇന്ന് പതിവില്ലാതെ സോനുചാരനെയും കുഞ്ഞിച്ചേച്ചിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചാക്കോച്ചനെ ഞാനിപ്പോൾ സ്ഥിരം ചെരുപ്പിട്ട് ഇറക്കി തുടങ്ങി കേട്ടോ, കാരണം എന്തോ കടിച്ചിട്ട് തോമുനും അതേ ചാക്കോച്ചനെ ചെറിയ ചെറിയ അലർജികൾ കാണിച്ചു തുടങ്ങി സ്കിന്നിൽ. തോമുന് ആണ് സിവിയറായിട്ട്, ചാക്കോച്ചൻ അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് രാത്രിത്തെ ഡിന്നർ ഏറ്റെടുത്തു. അപ്പം ഇന്ന് രാത്രിത്തെ ഡിന്നർ നല്ല സാമ്പാറും ദോശയും ടൊമാറ്റോ ചട്നിയും കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പം കോളിഫ്ലവർ ഫ്രൈക്കുള്ളത് മമ്മി മാരിനേറ്റ് ചെയ്ത് വെച്ചു. മമ്മി വറക്കാനായിരുന്നു, പക്ഷെ മമ്മിക്ക് അപ്പോഴത്തേനും BP ഷൂട്ടായി. അപ്പം മമ്മിക്ക് ടയർഡ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വറുത്തോളാം, മമ്മി പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാമ്പാർ അധികം ഫ്ലോപ്പായി. ഞാൻ അങ്ങനെ കഷ്ണങ്ങളിട്ട് വെക്കില്ലല്ലോ, ഫ്ലോപ്പായി എന്നാണ് വിചാരിച്ചത്. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ നാളത്തേനും കൂടെ അടക്കമുള്ള സാമ്പാറായിരുന്നു. പക്ഷെ ഞാനടക്കം ഊറ്റി എടുത്തു. അപ്പോൾ ആദ്യം ഡിമ്പിളിന് കൊടുത്തു, പിന്നെ ഡോൺ ചാട്ടിന് കൊടുത്തു, പിന്നെ ഡാഡിക്ക് കൊടുത്തു, പിന്നെ മമ്മിക്ക് കൊടുത്തു. മമ്മിക്ക് അപ്പോൾ വെജീസ് മതി എന്ന് പറഞ്ഞിട്ട് ഒരു ദോശയും വെജിറ്റബിൾസ്, സാമ്പാറിലെ വെജിറ്റബിൾസ് മാത്രം എടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞാൻ സമാധാനമായിട്ട് കഴിച്ച് ഞങ്ങൾ നേര് മൂവിയൊക്കെ കണ്ടിട്ട് എല്ലാവരും പിടിച്ച് കിടത്തിയിട്ടുണ്ട്. ഇനി ഇതുങ്ങളൊക്കെ ഉറങ്ങണം, എനിക്ക് കുളിക്കണം. അപ്പോൾ ഞാനിന്നൊരു ട്രയലിന് ഒരു കുഷൻ കഴുകാനെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി നോക്കണം. പിന്നെ കുറച്ച് പരിപാടികളുണ്ട്, കുളിക്കണം. ഇനി വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുളിക്കാൻ പോവാൻ. ഡോൺ ചേട്ടന് തണുത്ത വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ വേറൊരു അടിപൊളി വ്ളോഗായിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. കീപ് സപ്പോർട്ടിങ്. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് പോവുക. വീണ്ടും വരുമ്പം എങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും നിങ്ങൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ നന്ദി.